കല്യാണ വീട്ടിൽ ഇങ്ങനെ വിത്ത് കിട്ടുന്നത് ആദ്യമായിട്ട് കാണാണ്. ഞാൻ ആദ്യം ഇത് കിട്ടിയപ്പോൾ വിചാരിച്ചു ഉള്ളിൽ ചോക്ലേറ്റ് ആണ്. തുറന്നു നോക്കിയപ്പോഴാണ് വിത്താണ് എന്ന് കണ്ടത്. ഇത് കല്യാണ വീട്ടിൽ ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെ ഒരു കാര്യം എല്ലാവരും. അതെ അതെ, ചോക്ലേറ്റ് ആണ് സാധാരണ കാണാറ്. പൊതുവെ കാണുന്നത് ചോക്ലേറ്റ് ആണ്. ഞാനും ആദ്യം കൈ കിട്ടിയപ്പോ ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാ തുറന്നു നോക്കിയത്. തുറന്നപ്പോഴാണ് മനസ്സിലായത് വിത്താണ്. എല്ലാവരും വീട്ടിൽ ഓരോ അടുക്കളത്തോട്ടം ഉണ്ടാക്കാം. കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മാടാട്ടാ. ചെമ്മാട് ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പൊ ഈ കല്യാണത്തിന് വന്നപ്പോ ഇവിടെ ഒരു സംഘടനയുടെ കീഴിൽ വിത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്, കല്യാണ വീട്ടിൽ വേണ്ട വിത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. കാരണം AKKS എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു വിത്ത് വിതരണം. കാരണം ഇങ്ങനെ പുതിയാപ്പള വരുമ്പോഴും പുതിയണ്ണ് പോകുമ്പോഴൊക്കെ വലിയ വിത്തും അതുപോലെ തന്നെ ചെടികളൊക്കെയാണ് വലിയ കൊടുക്കുന്നത്. അതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. ഇത് നമ്മുടെ AKKSന്റെ പ്രിയങ്കരനായ അനീഫാക്കാന്റെ മകളുടെ കല്യാണമാണ്. നമ്മൾ AKKSന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ മെമ്പർമാരുടെ ആരുടെ കല്യാണം ഉണ്ടെങ്കിലും നമ്മൾ കഴിവിൻ്റെ പരമാവധി അടുക്കള പച്ചക്കറി വിത്തുകൾ നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. ചില സ്ഥലത്തൊക്കെ നമുക്ക് നല്ല സാമ്പത്തികമായിട്ട് നല്ല ടൈം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെടികൾ, മരങ്ങൾ, പൂവുകൾ, വിത്തുകളൊക്കെ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അത് കൂടുതലായിട്ടും വീട്ടിൽ കൊണ്ടുപോയിട്ട് പച്ചക്കറി കൃഷി ചെയ്താൽ അത്യാവശ്യത്തിന് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമ്മുടെ മെമ്പേഴ്സിന്റെ ഒരുവിധം എല്ലാ കല്യാണ വീടുകളിലും നമ്മൾ ഇത് ചെയ്യാറുണ്ട്. പച്ചക്കറി വിത്ത്, ചെടികൾ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ മറ്റ് കാർഷികപരമായിട്ടുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ഗുണം മറ്റൊന്നും കൊണ്ട് നമ്മുടെ സംഘടനയിൽ AKKS അഖില കേരളീയ കർഷക സ്നേഹികൾ എന്ന് പറഞ്ഞ സംഘടനയിലുള്ള എല്ലാ മെമ്പർമാരുടെ വീട്ടുകളിലും അവരുടെ ആവശ്യത്തിനായിട്ടുള്ള പച്ചക്കറികളും മറ്റ് ആട്, കോഴി തുടങ്ങിയിട്ടുള്ള എല്ലാം. ഇപ്പോൾ ഞാനൊന്നും കോഴിമുട്ട ഒന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല. പച്ചക്കറികൾ ഒട്ടുമിക്കവാറും നമ്മളിവിടെ ഉണ്ടാകുന്നത് നമ്മളെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒക്കെ കാശ് ലാഭമാണ്, നല്ല സാധനം തിന്നുകയും കൂടി ചെയ്യാം. അതും കൂടി ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കർഷകരെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് 5 വർഷത്തിന് മേലെയായി നമ്മൾ സംഘടന. അതിന്റെ സംഘടന ഉണ്ട്, രജിസ്റ്റേർഡ് ആണ്. ഏതാണ്ട് 2000-ഓളം മെമ്പർമാരുണ്ട്. നമ്മുടെ സഹ ഫാമുകളിൽ നിന്നും കൂടി സംഘടിപ്പിച്ചതാണ് ഈ വിത്തുകൾ. എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള നാടൻ വിത്തുകളാണ്. നമസ്കാരം. നമ്മളെല്ലാവരും സൗഹൃദത്തിന്റെയും കർഷകരുടെയും ഭാഗമായിട്ട് എത്തിയതാണ്. നമ്മളെ സുഹൃത്തിന്റെ മകളുടെ കല്യാണമാണ്. വളരെ സന്തോഷമുള്ള നിമിഷമാണ്. അപ്പൊ എല്ലാവരും കൂടെ കൂടിയ സന്തോഷം. ഞാൻ AKKS കുടുംബത്തിലെ മുഴുവൻ മെമ്പർമാർക്കും ആദ്യമേ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അനീഫക്കാടെ മകളുടെ കല്യാണത്തിന് ചെറിയൊരു വിത്ത് വിതരണം നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വിത്ത് കിട്ടിയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് തീർച്ചയായിട്ടും നശിപ്പിക്കാതെ ഈ വിത്തുകൾ മുളപ്പിച്ച് നാളെ ഏതൊരു നല്ല പരിപാടിക്കും നമ്മൾ ഇതുപോലെ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമുള്ള ഭക്ഷണമാവാതെ വിഷരഹിതമായ ഭക്ഷണം നമ്മളുടെ അടുത്ത വരും തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അത് തന്നെയാണ് ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം. ഇതിൽ ഒരുപാട് കർഷകരല്ല, കൂടുതലും കർഷകരെ സ്നേഹിക്കുന്നവർ, അത് കൃഷിക്കാരെ, അവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ എന്നും AKKS എല്ലാ കേരളത്തോടൊപ്പം ഉണ്ടാവുന്നതാണ്. നല്ല വിത്താണ്. കാരണം ഇത് മുളച്ചവർക്കൊന്നും ആർക്കും മോശമായിട്ടില്ല. അത്യാവശ്യം പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ സുബൈർവാക്കാൻ വിത്ത് മുളപ്പിച്ച് നമുക്ക് വീട്ടിൽ ഉപയോഗങ്ങൾ നടക്കും. AKKSന്റെ അഖില കേരളീയ കർഷക സ്നേഹികൾ. അപ്പൊ ഇതെല്ലാം കല്യാണ വീട്ടിൽ ഇങ്ങനെ കൊടുക്കലുണ്ട്. എല്ലാ കല്യാണ വീട്ടിലും അങ്ങനെ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇതിന്റെ ഒരു പ്രോത്സാഹനം എല്ലാവരും കൊണ്ടുപോയി കല്യാണത്തിന് വരുന്നവർക്ക് 2 ഉപകാരം, ചോറും കഴിക്കുക, വിത്തും കിട്ടും. ഇനിയിപ്പൊ ഈ കാർഡിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ സുബൈർവാക്കാൻ അല്ലെങ്കിൽ നമസ്കാരം. നമ്മൾ AKKS അഖില കേരളീയ കർഷക സ്നേഹികൾ എന്ന് പറയുന്ന സംഘടനകളിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഇപ്പം നമ്മുടെ മെമ്പറാണ് നമ്മുടെ പെണ്ണിന്റെ വാപ്പ. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും ഒരു പച്ചക്കറി വിത്ത് ചെയ്യാമെന്ന് കരുതി ഇതുപോലെ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാവർക്കും ഒരു പച്ചക്കറിയാണ്. പക്ഷേ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. ഞാൻ മലപ്പുറത്ത് വന്ന് കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഇത് കണ്ടതും. വളരെ നല്ല റെസ്പോണ്ടായിരുന്നു. ആൾക്കാരെല്ലാം വളരെ നല്ല അഭിപ്രായമായിരുന്നു. അതിലെല്ലാം പറഞ്ഞു ഇത് നല്ലൊരു പരിപാടിയാണ്, നിങ്ങളിത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്, ഇങ്ങനെ എല്ലായിടത്തും ചെയ്യുന്നുണ്ടോ, വേറെന്തൊക്കെ കൊടുക്കുന്നുണ്ടോ. ഒരുപാട് പേര് ഗ്രൂപ്പിലേക്ക് തന്നെ കടന്നു വരാൻ വളരെ ആകാംക്ഷ അറിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ QR കോഡാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് QR കോഡ് ചെയ്ത് നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
അതിനുശേഷം നിങ്ങൾ പല ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എല്ലാവരെയും നമുക്ക് ആഡ് ചെയ്യാനും കഴിയും. അതാണ് ഇതിന്റെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വരും തലമുറകളിൽ ലഹരിയിൽ നിന്ന് മാറ്റി അവരെ ഇങ്ങനെയുള്ള പെറ്റ്സ് ആയാലും മറ്റുള്ള പച്ചക്കറി വിത്തുകൾ നട്ടും വീട്ടിൽ നല്ല വിഷാംശമില്ലാത്ത വിത്തുകൾ ഫലവർഗ്ഗങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇതിങ്ങനെ ആദ്യമായിട്ട് കാണുകയാണോ കല്യാണത്തിൽ? ആദ്യമായിട്ടാണ് കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇങ്ങനെ കൊടുത്തതിനെ പറ്റിയത്? നല്ല അഭിപ്രായമാണ്. ഞാൻ ഇത് എന്തൊക്കെയായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് നടും. തീർച്ചയായിട്ടും ഞാൻ ഗ്രൂപ്പില് ഫോട്ടോ. നിങ്ങൾക്ക് വിത്ത് വാങ്ങിയല്ലോ. അതെ. നിങ്ങൾ ഈ കല്യാണ വീട്ടിൽ ഇങ്ങനെ വിത്ത് കൊടുക്കുന്നുണ്ട്. അതെ. എന്താ അഭിപ്രായം? എന്താ നിങ്ങളെ? ഇത് നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കടക്കം കൃഷിയിലേക്ക് ഇറങ്ങാനുള്ളൊരു പ്രചോദനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അൽഹംദുലില്ലാ, നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം റബ്ബ് കൊടുക്കട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, അതെ അതെ, ഞാനിതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നല്ലൊരു അഭിപ്രായം തന്നെയാണ്. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ മംഗളാശംസകളും. താങ്ക് യു.